സമയത്ത് കണ്ട ഒരു കമന്റ്സിലൊരു പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തവരുണ്ട്. ഒരാണ് തുണി അഴിച്ചാൽ ഇതായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത് ഒരു സാധനം. നിങ്ങൾ അത്തരം കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ അങ്ങനത്തെ കമന്റ്സ് വായിക്കാറില്ല. ഞാൻ പോസ്റ്റ് ഇട്ടോണ്ടിരിക്കും. ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ അങ്ങനെ ഇട്ടോണ്ടിരിക്കും. യൂട്യൂബിൽ വീഡിയോ ഇട്ടോണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കമന്റ് ഞാൻ നോക്കും. പക്ഷേ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ബോധയിടയില്ല. ഞാൻ വേണമെങ്കിൽ ചിലപ്പോൾ ഡിലീറ്റ് ആക്കി കളയും, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയുമെന്നല്ലാതെ ഞാൻ ഇവനെ പോലും കാണിക്കില്ല കമന്റ്സ് ഒന്നും. അല്ലേ, ഞാനും വായിക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ഉള്ള ഒരാളാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത്. പിന്നെ നമ്മൾ സമൂഹത്തിന് എന്തിനു കാണണം എന്നുള്ള ചിന്താഗതിക്കാരെ ഞങ്ങള്. ഞാൻ ഇവനോട് തുടക്കത്തിൽ ഞങ്ങളുടെ അഫെയർ തുടങ്ങി ആ സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞു, ഞങ്ങൾ ഒരു നോർമൽ ഫാമിലി എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നമുക്ക് ജീവിച്ചു. ഞങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ മക്കളുകളായിരുന്നു. ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി മദേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മള് വീട്ടിൽ നിന്ന് കംഔട്ട് ആകുന്ന സമയത്ത്, നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റെടുത്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ മോനാക്കാം അല്ലെങ്കിൽ എൻ്റെ മോളാക്കി നിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള രണ്ട് പാരൻസിൻ്റെ മക്കളായിട്ടാണ് ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്നത്. എൻ്റെ പാരൻ്റ് എന്ന് പറയുന്ന ദീപാറാണിയാണ്, ആൾ കോഴിക്കോടാണ്. ഞാൻ 2016-17 സമയത്താണ് ഞാൻ വീട് വിട്ട് ഇറങ്ങുന്നത്. അവിടുന്ന് ഇറങ്ങി ഏകദേശം 18-ലാണ് ഞാൻ ദീപാറാണിനെ കാണുന്നത്. ആ ഒരു സമയത്ത് ഷെൽട്ടർ ഹോമിൽ നിന്ന്, കോഴിക്കോട് ഷെൽട്ടർ ഹോമിലായിരുന്നു, അവിടെ വെച്ച് ഞാൻ ദീപാറാണി എന്ന് പറയുന്ന ആളെ കാണുന്നത്. ആള് എന്നെ കണ്ടു, ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഒതുങ്ങിക്കൂടിയ ഒരാളാണ്. കൂടുതലായിട്ട് സംസാരത്തിനോ അല്ലെങ്കിൽ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ അങ്ങനൊന്നും പോകാത്തൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ. അപ്പോൾ ആൾക്ക് എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ ദിവസമായിട്ട് എന്നെ കാണുന്നുണ്ട്. അപ്പം ആളെൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചു, നിനക്ക് എൻ്റെ കൂടെ മോളായിട്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ മോളാക്കാം എന്ന് പറഞ്ഞു. ഒരു ദിവസം ഇങ്ങനെ ചുമ്മാ പറഞ്ഞത്, എനിക്ക് നിന്നെ മോളാക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ അത് മൈൻഡ് ആക്കിയില്ല. പിന്നെ ഷെൽട്ടർ ഹോമിൽ ഇങ്ങനെ തുടർന്നു ഏകദേശം 5-6 മാസം കഴിഞ്ഞു. അവിടെ ഷെൽട്ടർ ഹോം, ഗവൺമെൻറ് ഷെൽട്ടർ ഹോമിൽ ഒരു ട്രാൻസ് വ്യക്തിക്ക് 3 മാസം വരെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ജോലിയോ എന്തെങ്കിലും നോക്കിയിട്ട് അവിടെ നിന്ന് പോകണം. പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് ഏകദേശം 5 മാസത്തോളം അവിടെ നിന്നു. അവിടെ നിന്നിട്ട് പിന്നീട് അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയ സമയത്ത് അവിടുന്ന് ദീപാറാണിനെ വിളിച്ചു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, മോളെ സെക്സ് വർക്കിന് പോവാം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണെങ്കിൽ മോളെ എൻ്റെ അടുത്ത് വരരുത്. അല്ലാതെ നിന്റെ പഠന ചിലവോ നിന്റെ ഡ്രസ്സ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചിലവോ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ, അത് നീ നോക്കണ്ട. നിന്നെ എനിക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരാളെങ്കിലും അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭാഗ്യം, കാരണം അങ്ങനെ ഒരാൾ അമ്മേനെ കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ, പൊതുവേ ഉള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിയിലൊരു പൊതുവേ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ മക്കൾ ബന്ധമാണ്. പക്ഷേ മക്കളും അമ്മയും എല്ലാവരും സെക്സ് വർക്കിന് പോവാ, അമ്മമാർക്ക് ചെലവിന് അങ്ങോട്ട് കൊടുക്കാന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇല്ലാതെ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. അങ്ങനെ ഞാൻ ആളിനെ വിളിച്ചു. അങ്ങനെ ഞാൻ വരാൻ തയ്യാറാവുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ആളുടെ കൂടെ പോയി. ആളെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന, അവിടുന്നാണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവനെ അങ്ങനെ നോക്കിയൊരു പാരന്റ് അമ്മയുണ്ടായിരുന്നു ട്രാൻസ്. പക്ഷെ ഞങ്ങൾ സംസാരിക്കും, ഇപ്പോഴും ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ പോകും, സംസാരിക്കും, മമ്മിയുടെ അടുത്തായാലും അമ്മയുടെ അടുത്തായാലും എല്ലാം പറയും. പക്ഷെ എന്നാലൊരു അകൽച്ച ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതുവരെയും ഒരു കുഞ്ഞായിട്ട് പോലും നിങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി എന്റെ അമ്മയാണ് ട്രിവാൻഡ്രത്ത് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന പോലെ ഇവരുടെ വീട്ടിലാ, സഹദിന്റെ വീട്ടിലാ. ഡാൻസ് സ്കൂളാ ആക്ച്വലി. ഇത് ഞങ്ങളുടെ എന്റെ സാറിന്റെ ഡാൻസ് സ്കൂളാ. അവിടെ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് അവിടെ ഡെയിലി പോയിട്ട് ക്ലാസ്സിന് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടെ തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഞാനും സിസ്റ്ററും പിന്നെ ചേട്ടനും എല്ലാരും, അച്ഛനും അമ്മയും എല്ലാരും. സിയ പിന്നെ വരും, സിയ ഇവിടെ നിക്കത്തില്ല. ഞാൻ രാത്രി അങ്ങ് പോകും. ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനാണ്. എന്റെ അമ്മ, എന്റെ സെബി ജനിക്കുന്ന തൊട്ട് അമ്മ എന്റെ അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ നമ്മൾക്കത് നമ്മൾ പഠിച്ചു വരണം എങ്ങനെയാന്നുള്ളത്. അപ്പം ഒരാള് അറിയുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടാവാന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. ഇപ്പം അതിന് ശേഷമുള്ള ഡെലിവറിക്ക് ശേഷമുള്ള ഇവന്റെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കുളിപ്പിക്കലും അതാക്കലും ഇതാക്കലൊക്കെ അമ്മയല്ലേ ചെയ്തു. സാധാരണ സ്ത്രീകളെ പോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി മറ്റു കുളിപ്പിക്കല് അതൊന്നും അങ്ങനെ വലിയ കാര്യത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതിന് സമ്മതിക്കത്തില്ലായിരുന്നു. ഇവര് ഈ വയറ് കുറയാൻ വേണ്ടിട്ട് വയറ് കെട്ടുമല്ലോ, അതിനൊന്നും സമ്മതിക്കൂല. അതുകൊണ്ട് എന്താ ചളക്കം വിളക്ക വയറ്. പക്ഷെ ഞാൻ
ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ജിമ്മിനൊക്കെ ആ ജിമ്മിന് പോവും. എങ്ങനെയെന്നറിയാമോ? ഇല്ലല്ലോ ഞാൻ പറയട്ടുന്നില്ലേ, ഭയങ്കര ഇതാണ്. ഞാൻ ഇവന്റെ അടുത്ത് എപ്പോഴും പറയും, ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ ഓരോ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരും. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും അതന്നെയായിരിക്കും. ഞാൻ പറയട്ടെ, എനിക്കറിയാം ഇത് എത്രത്തോളം പോകും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, ഞാൻ വരാൻ പോകുന്ന കാര്യം ആദ്യമേ ഞാൻ പറയും. എത്ര പ്രാവശ്യം ജിമ്മിൽ പോയി വെറുതെ പൈസ കളഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ? പോയി അഡ്മിഷൻ എടുക്കും, ഒരാഴ്ച തികയ്ക്കൂല, അതിന് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് വേദന തുടങ്ങും. ഏറ്റവും വലിയ ജിംനാസിന്റെ അടുത്ത് എന്റെ പൊന്നു, ഇവിടെ നിൽക്കുന്ന രണ്ടുപേരും കണ്ണുകൊണ്ട് കാണിച്ച് ആണോ? എന്റെ പൊന്നു, എത്ര കോഴിക്കോട് എങ്ങാണ്ട് 2 ജിമ്മില് പൈസ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് അതിന് ശേഷം 2 or 3 ജിമ്മില് പൈസ കൊടുത്തിട്ട് എന്റെ അനിയത്തി പറയുന്നത് നമ്മളെ വീടിന്റെ അടുത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ, വീടിന്റെ തൊട്ടടുത്ത് ഇപ്പൊ ഒരു പുതിയ ജിമ്മ് തുടങ്ങി. അപ്പൊ ഞാൻ പറയാം, നമിച്ച് എന്നെ പോക്കിയോ. പക്ഷെ എനിക്ക് നമുക്ക് ഈ ഹോർമോൺസ് എടുക്കുന്ന സമയം ഭയങ്കര നമ്മൾ ഈ പുരുഷന്മാരുടെ ശരീരം വരും, അപ്പൊ പെട്ടെന്ന് തോന്നുന്നു ആ എടുക്കുന്ന 2 പിന്നെ കാല് വേദന വരുമ്പോ ഓരോ ദിവസം വരും. അയ്യോ, ഒരു ദിവസം ഞാനേ കോഴിക്കോടാണ് ഞാൻ അധികം ഉണ്ടാവുന്നത്, ഇവിടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ട്രിവാൻഡ്രത്ത്. അപ്പൊ ഒരു ദിവസം വീട്ടിൽ ഞാൻ വന്ന സമയത്ത് ഞങ്ങളുടെ റൂമിന്റെ കഥകൾ അടച്ചാൽ ആ ചുമര് നിറയെ എന്താ ഫുഡിന്റെ ഡയറ്റിന്റെ ചാർട്ട്, ജിമ്മിൽ പോകുന്നതിന് ടിക്ക് ചെയ്യുന്നതിന്റെ ചാർട്ട്. ഞാൻ ചോദിച്ചു, ഭഗവാൻ ഇത് ഇപ്പോഴും ഞാൻ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചിട്ട് അത് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യണേ. ഒരു ഏറിപ്പോയ 4 ദിവസത്തെ ഫുഡ് ഡയറ്റിന്റെ ടിക്ക് ചെയ്തിട്ട് ബാക്കി കോളൊക്കെ വെറുതെ അവിടെ 3 മാസമായിട്ട് കിടപ്പുണ്ട്. എന്റെ അച്ഛൻ മത്സ്യത്തൊളിയാ, അപ്പൊ കുഞ്ഞിലെ മീന് കഴിച്ചിട്ട് അമ്മന്റെ അടുത്ത് വന്ന് തിന്നാണ്ട് നിൽക്കൂല, അതാണ് പ്രശ്നം. അമ്മയുടെ കറിയുടെ മീൻ കഴിക്കാം, പക്ഷെ മുരിങ്ങക്കോലിട്ടതും ചോറും ഒരുപാട് കിഴങ്ങൊക്കെ. അത് ഞാൻ പറഞ്ഞില്ല ഡയറ്റിന് എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലോ നമുക്ക്. ഡയറ്റ് അതിന്റെ ഇടയ്ക്ക് എഗ് ഡയറ്റ്, പിന്നെ എന്തൊക്കെ സീഡ്, ഈ സൊമാറ്റോ സിയാ സീഡ്, ഒരിടയ്ക്ക് തൈര് മാത്രം തിന്നു. ഒക്കെ 2 ദിവസമാണ് ഇതൊക്കെ ആലോചിക്കണ. തൈര്, സിയാ സീഡ്. ആ സിയാ സീഡിന്റെ കുപ്പി ഇപ്പോഴും പൊട്ടിച്ചിട്ടില്ല. അമ്മേന്റെ അവിടെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ സ്റ്റോർ റൂമിൽ ഇപ്പോഴും ഉണ്ട്. പൊട്ടിക്ക് സീല് പോലും പൊട്ടിക്കാത്ത. അമ്മ വഴക്ക് പറയും, വെറുതെ ഈ സൊമാറ്റോയിലൊന്ന് ആമസോണില് ഓരോന്ന് സാധനം കണ്ടിട്ട് ഓരോന്ന് അത് വേണം. നമ്മള് ഡോക്ടർ ചോയ്സ് എന്ന് പറഞ്ഞ ഈ ഇടയ്ക്ക് ചെക്കന്മാരൊക്കെ റീൽസിലൊക്കെ ഇട്ടിട്ട് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ലിങ്ക് അയച്ചു, നീ ഇത് ഓർഡർ ചെയ്ത് കഴിക്കും, നിനക്ക് വേറെ ഒന്നും വിശപ്പ് വരത്തില്ല. എനിക്കത് കഴിച്ചു ഭയങ്കര വിശപ്പ്. ഇവനെ എങ്ങനെയെന്നറിയുമ്പോ ഇപ്പൊ ജോലിക്ക് പോകുന്നത് ഞാൻ പറഞ്ഞ സംഭവം. ഇവന് ജോലിക്ക് പോകും, രാവിലെ ജോലിക്ക് പോകും. ചിലപ്പോ അമ്മ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. ഉച്ചക്ക് ചിലപ്പം കഴിക്കാൻ വരും, വീട്ടിൽ വരും. അപ്പൊ ഞാൻ വീട്ടിലോട്ടെങ്കിൽ ഞാൻ ചടപ്പിക്കും. പൊണ്ണത്തടിയും വെച്ച് ഇങ്ങനെ വയറും ചാടിച്ച് നടന്ന ആൾക്കാർ എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കും. അന്നേരം എന്നോടുള്ള വാശിക്ക് എന്തെങ്കിലും അറിയുമോ, തിന്നാതെ പോവേ, തിന്നാണ്ട് വീണ്ടും ജോലിക്ക് പോവാം. രാത്രി ഇങ്ങോട്ട് വരും, അമ്മാ വിശക്കണമ്മാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തിന്നുന്ന ചോറ് കാണണം. ഈ ഉച്ചക്ക് രാവിലെ വൈകുന്നേരം തിന്നിട്ട് 3 നേരം തിന്നണ്ട അങ്ങനത്തെ സാധനം. പിന്നെ എന്തിനായിട്ട് പക്ഷെ ഇവള് ചേച്ചി നമ്മളെക്കാട്ട് നന്നായി ഫുഡ് കഴിക്കും. പക്ഷെ ഞാൻ തടി വെക്കില്ല, പക്ഷെ ഡാൻസ് കളിക്കും. അപ്പം ഒന്നും നമുക്ക് ആവുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെക്കാൾ നന്നായിട്ട് എന്റെ മോൾ ഇപ്പൊ നന്നായിട്ട് ഫുഡ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.